ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് 10th ഡിസംബർ. അപ്പോൾ ഇന്നത്തെ വിൻറ്ററിൻ്റെ പെർഫോമൻസ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ്റെ പെർഫോമൻസ് ആണ്. 59,000 ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൈവാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഈ സ്ട്രാറ്റജി പഠിക്കാനോ കാണാൻ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൾ ഓൺ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. ഓഫീസ് ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 59,000 പുട്ട് ഓപ്ഷൻ ചാർട്ട്. നമുക്ക് ഓൾറെഡി ഇതിനകത്ത് 11 മണി അറൗണ്ട് നമുക്ക് ബൈ വന്നിരിക്കുന്നത് 379.35 സോഫ്റ്റ്വെയർ ബൈ തന്നിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിൽ അപ്പാരമാണ് ബൈയുടെ ഇൻഡിക്കേഷൻ. ബൈസിക്കിൾ വരുമ്പോൾ അലേർട്ട് നോട്ടിഫിക്കേഷൻ വരും, ഏറ്റവും മുകളിലും അതിൻ്റെ ഡിസ്പ്ലേ വരും. അപ്പോൾ നമ്മളിതിൻ്റെ കൺഫർമേഷൻ ഉള്ള ട്രേഡുകൾ മാത്രം എടുക്കുക. അതായത് സോഫ്റ്റ്വെയർ തരുന്ന എല്ലാ ട്രേഡുകളും എടുക്കേണ്ട ആവശ്യമില്ല. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് ബൈ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ഈ ഒരു ബാർ കണ്ടോ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടോ അവിടെ നമുക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. എൻട്രി വരുമ്പോൾ തന്നെ താഴത്ത് നോക്കിയാൽ 379.35 നമുക്ക് ട്രേഡ് വന്നപ്പോൾ താഴത്ത് നോക്കിയാൽ അതിൻ്റെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് 417, സെക്കൻഡ് 447, തേർഡ് 477. ഇങ്ങനെ 3 ടാർഗറ്റും ഓപ്ഷൻ്റെ ചാർട്ട് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്ഷൻ്റെ ചാർട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ എൻട്രി ലെവൽ, എക്സിറ്റും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഏത് ലെവലിലാണ് നമ്മൾ എക്സിറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരു 80-90% കൺഫേം നമുക്ക് ആക്രോസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ റീ എൻട്രി മാത്രമാണ്. റീ എൻട്രി എന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ റീ എൻട്രി എപ്പോഴും റെസിസ്റ്റൻസിന് എടുക്കുന്ന ടൈമിൽ, അതായത് ഇപ്പോൾ ഒരു ബൈ ട്രെൻഡ് അല്ലേ, ഇപ്പോൾ റെഡ് സ്റ്റാർ റെസിസ്റ്റൻസ് ആണ്, അതിന് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു റീ എൻട്രി എടുക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ മാർക്കറ്റ് ഇനി കയറത്തുള്ളൂ. അപ്പം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 10th ഡിസംബറിൻ്റെ മോർണിംഗ് പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്യുന്നു. താങ്ക് യു.